ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു പിറന്നാൾ ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം മേഴത്തൂരുന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതാണ് ഈ കെട്ടും പാണ്ടൊക്കെ ആയിട്ട് പോണത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോണത് ഇതാ പിറന്നാൾ ഫംഗ്ഷനാണ് കേട്ടോ. അതിന് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പോകും വഴി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്നെ അവർ അവിടെ ആക്കി വീട്ടിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ അവിടെ ഇരുന്ന് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും റെഡിയായി 10 മണിയാകുമ്പോഴേക്ക് റെഡി ആവാനാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 10 മണിയാകുമ്പോഴേക്ക് റെഡിയായി. അപ്പോൾ അമ്മ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അമ്മ ഒരു ഗെയിം കളിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ അമ്മമാർ? ഗെയിം കളി തന്നെ, ഗെയിം കളി എപ്പോഴും. അപ്പോൾ അതാ ഞങ്ങൾ വേദുട്ടിനെ ആണെങ്കിൽ ഉണ്ണിയുടെ പിറന്നാളിന് പോവുക എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം കാത്തിരുന്ന് കാറ് എത്തി ഗൈസ്. അതുവരെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നേരത്ത് നല്ലൊരു മഴയാണ് പെയ്തേ. ഞങ്ങൾ പെട്ടു. അതങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലാണല്ലോ മഴ നിൽക്കുക. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇതാ കാറിൽ പോകുന്നു കേട്ടോ. തിക്കിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇരിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതാ കണ്ടോ, ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴയൊക്കെ പെയ്തു. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടിക്ക് വേണ്ടിയിട്ട്. കുറേ ആയി വിചാരിക്കുന്നു ഡ്രസ്സ് എടുക്കുന്നത്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ഓൺലൈനിലാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഡെലിവറി ഡേറ്റൊക്കെ മാറ്റമുള്ള കാരണം ഞാൻ പിന്നെ എന്നാൽ കടയിൽ നിന്ന് എടുക്കാം, അപ്പോൾ പോകും വഴിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോൾ അമ്മ എൻ്റെ കൂടെ വന്നിട്ട് വെറുതെ വന്നതാണ്, എന്താ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അമ്മ ഡ്രസ്സ് എടുക്കുന്നത് ഇന്ന ടൈപ്പ് വേണ്ട, കുത്തുന്ന ടൈപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ. അത് ഞാൻ അതിൽ കാട്ടിയില്ല. ഒരു സാധാ കോട്ടൻ്റെ ഒരു ഉടുപ്പാണ്. ഇതാണ് കേട്ടോ അവരുടെ വീട്. മേമേൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ശിവയ്ക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നത് ലോട്ടറി ടിക്കറ്റാണ് കേട്ടോ പറയുന്നത്. അതും 2024 ലോട്ടറി ടിക്കറ്റ്. അപ്പോൾ അതാ പിറന്നാൾ കുട്ടി എവിടെ ചോദിച്ചപ്പോൾ അവൾ ഉറങ്ങുകയെന്നാണ് കേട്ടോ പറഞ്ഞത്. സോറി ഗൈസ്, ചുമയുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളും അവരുടെ വീട്ടിലുള്ളവരും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പിറന്നാൾ കുട്ടി അവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ അവരെന്നൊക്കെ കുട്ടികളെല്ലാവരും കൂടി കുത്തിപ്പൊക്കി എണീപ്പിച്ചു കേട്ടോ. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി, ഇതാണ് ജെലിൻ്റെ അച്ഛനും അമ്മയും മേമയുടെ ഭർത്താവിൻ്റെ അച്ഛനമ്മയും, അതായത് ബേബിക്കുട്ടിയുടെ മേമയുടെ ഭർത്താവിൻ്റെ അച്ഛനമ്മയും അവിടെ കേട്ടോ. അവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ, പിന്നെ വേറെ ആരില്ല. പിന്നെ ഇതാ 4 കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ ചെറിയമ്മ. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുമായിരുന്നേ. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടിയുടെ മുഖത്ത് മറിഞ്ഞ് പ്രകടമാകുന്നുണ്ട്. വേദുവിനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അവൾക്ക് ഇടയ്ക്ക് ഉന്താനൊക്കെ തോന്നിട്ടോ. വേദു ഒരു പാവായതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേദുവിന് അതാ കേക്ക് കട്ട് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനെ ഇന്നിപ്പോൾ പറയാൻ തുടങ്ങിയത് അറിയാം. അപ്പോൾ അതാ കേക്കൊക്കെ ധൃതി പെട്ടിട്ടായിട്ട് കട്ട് ചെയ്യണം. അവൾ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്തിട്ട് ബേബിയാണ് കേട്ടോ എല്ലാവർക്കും കേക്ക് വായിൽ വെച്ച് കൊടുത്തത്. എല്ലാ കുട്ടികൾക്കും കേക്ക് അങ്ങോട്ട് വായേല വെച്ച് കൊടുത്തു. അപ്പോൾ വേദുവിന് വേണമെന്ന് പറയായിരുന്നു കേട്ടോ. കാരണം 2-3 ദിവസം കുട്ടിക്ക് വയ്യാതിരുന്നു. അപ്പം മരുന്ന് കൊടുത്തിരുന്നത് ശിവയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ മരുന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയും ആകാംക്ഷയോടെയാണ് അവൻ അവളുടെ പിറന്നാളിന് വേണ്ടി കാത്തിരുന്നത് കേട്ടോ. എന്തായാലും പോകാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ചു പനി കാരണം തന്നെ ഇപ്പോൾ പോകാൻ പറ്റിയില്ല ബേബിക്കും വേദുവിനും എനിക്കും കേട്ടോ. അപ്പോൾ ഇതാ അവരുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് തന്നു കേട്ടോ. കേക്കിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയില്ലേ ഗൈസ്. അപ്പോഴേക്കും പിറന്നാൾ കുട്ടിക്ക് കേക്ക് മുറിക്കാൻ ധൃതിയായി. അപ്പോൾ പിന്നെ കേക്കിൻ്റെ ഫോട്ടോയൊന്നും എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇവർ ഇങ്ങനെ അവിടുത്തെ ബലൂണും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം ടി വിയിൽ കുറേ പാട്ട് വെച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അപ്പോഴത്തെ ഞങ്ങൾ നിൽക്കണ ആ ക്ലൈമറ്റ് നോക്കും, നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഇളം കാറ്റായിരുന്നു. ഇളം കാറ്റിൽ തേങ്ങാക്കുലകളൊന്നും ആടുന്നില്ല, പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ നേരത്തെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ പാട്ട് വെച്ചിട്ട് ബേബിയോട് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബിയും വേദും കൂടിയിട്ട് ബേബിയും വേദും ശിവയും അതുപോലെ തന്നെ സിത്തും ഒക്കെ കൂടിയിട്ട് ഒരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ ബേബിക്ക് ആദ്യമൊക്കെ ഒരു നാണം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കളിക്കാൻ പറഞ്ഞപ്പോൾ അവൾ മാത്രമേ കളിച്ചുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരും ചെറുത് രണ്ടുപേരും ഇങ്ങനെ തുള്ളി കളിക്കുക. അത് മാത്രമല്ല അവരുടെ മെയിൻ സ്റ്റെപ്പ് ഇതാണ് അവരുടെ മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ പാട്ടൊക്കെ ഓൾറെഡി അവർ ടി വിയിൽ പ്ലേ ചെയ്ത് കൊടുത്തപ്പോൾ ബേബി അവരെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അതുമാതിരി 1ാം പിറന്നാളിനെയും അവൾ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു തുള്ളിക്കളിക്കലാണ് ഇവരുടെ രണ്ടുപേരുടെ മെയിൻ സ്റ്റെപ്പ്. ബേബി പിന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്സൊക്കെ കളിച്ചിട്ട് കുറച്ച് നേരം അവർ പാട്ടൊക്കെ കേട്ട് ഒന്ന് ചില്ല് ചെയ്തിരുന്നു. അപ്പോൾ ഇവനോട് കളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കളിക്കണില്ല. അപ്പം വീഡിയോ എടുക്കുമ്പോൾ അവിടെ വന്നിരിക്കുക. അവൻ്റെ നാണായിരുന്നു കേട്ടോ. അതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നാണം കുടുങ്ങിയിരിക്കുകയായിരുന്നു അവനെ. പിന്നെ ഇവർ കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ പിന്നെ വേറെ എന്തോ നമ്മൾ അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ഒന്നാം പിറന്നാളാണ് ഗ്രാൻഡായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാം പിറന്നാൾ പിന്നെ ഞങ്ങൾ മാത്രമായിട്ടാണ് കേട്ടോ. ആദ്യം മേഴത്തൂർ വെച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണല്ലോ കഴിക്കുക. അപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ടാണ് കഴിച്ചത്. വേദുവിൻ്റെയും അതുപോലെ തന്നെ ബേബിയുടെയും പിറന്നാൾ വേദുവിൻ്റെ 1ഉം 2ഉം മേഴത്തൂർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അതുപോലെ തന്നെ ബേബിയുടെ പിറന്നാളും ഒരുവിധമൊക്കെ അവിടെ വെച്ചിട്ടാണ്. പിന്നെ എല്ലാ പിറന്നാളും നമ്മൾ കഴിക്കില്ലല്ലോ. പിന്നെ അതാ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ വർത്താനം പറയാണ് കേട്ടോ. അപ്പോൾ ഇവർ ബലൂണായിട്ടും കളിക്കുന്നുണ്ട്. അവർ പിറ്റേ ദിവസം ബാംഗ്ലൂർക്ക് പോകണം എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച കർക്കിടകാവിൻ്റെ അന്ന് ബാംഗ്ലൂർക്ക് പോകണം എന്നുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവർ പോയില്ല. അവർ വെള്ളിയാഴ്ചയാണ് പോയത്. ഞങ്ങൾ പിന്നെ ബുധനാഴ്ച വൈകിട്ട് തന്നെ ഇങ്ങോട്ട് പോന്നു. വ്യാഴാഴ്ച അവർ പോകണില്ല വെച്ചാൽ വ്യാഴാഴ്ച പോകാമെന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെയും. ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാമെന്നായിരുന്നേ, പക്ഷെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഒരു 12:30 ആയപ്പോൾ ഇലയൊക്കെ വെച്ചു കേട്ടോ. കാരണം അച്ഛന് CNSക്ക് 1:30 ആകുമ്പോഴേക്കും എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ചോറുണ്ണാൻ വേഗം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ബേദൂന് ആ ഇല തന്നെ വേണം, വലിയ ഇല വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനോട് ഉന്തല്ലേ പറയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അവൻ വീഴാൻ പോയി. അപ്പോൾ ആ വലിയ ഇലയൊക്കെ വേദുവിനെ കൊടുത്തു. വേദും അവിടെ ഇരിക്കുന്നുണ്ട് നല്ല കുട്ടിയായിട്ട്. 4 കുട്ടികളും കുട്ടിപ്പട്ടാളങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിറന്നാൾ കുട്ടിയും അവിടെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് വിളക്കത്ത് എല്ലാം വിളമ്പിയ ശേഷമാണ് കേട്ടോ താഴത്ത് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ എല്ലാ കുട്ടികൾക്കും നിലത്ത് ഇലയൊക്കെ വെച്ചിട്ട് ഓരോന്ന് വിളമ്പി കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ഭക്ഷണം. ഒരു 4 പേരും ചോറിന് ഉണ്ണാൻ മടിയാണ് കേട്ടോ. ചോറ് ഉണ്ണാൻ മടിയുള്ളവരാണ് കേട്ടോ 4 പേരും. ഒരു മീൻ വറുത്തതോ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് വേണം അവർക്ക്. എന്നാൽ മീൻ മണം ഉണ്ടെങ്കിലേ 4 പേർക്ക് ഉണ്ണാനൊരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വേദു ഇതാ ആദ്യം തന്നെ ചോറ് വിളമ്പിയപ്പോൾ ആസ്വദിച്ച് കഴിക്കണേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിക്കും. പക്ഷെ അത്യാവശ്യമൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് അവിടെ വിളക്കത്തെല്ലാം വിളമ്പുന്നുണ്ട്. പിന്നെ ടേബിളിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാനിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇരുന്നു. 5 പേർക്ക് ഇരിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറിനലൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. മിഠായി കൊടുക്കാമെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ പിറന്നാൾ കുട്ടി തന്നെ എല്ലാവർക്കും മിഠായി കൊടുക്കാൻ പറയായിരുന്നു. 2 മിഠായി വെച്ചിട്ട് എല്ലാവരും കഴിക്കാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ മിഠായി തന്നത് ചോറുണ്ണൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ മിഠായി തന്നതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കേക്കും കൂടിയും കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ എന്നെ വീട്ടിലിറക്കിയിട്ട് അവർ നേരെ ഗുരുവായൂർ പോയി. പിന്നെ പിറ്റേ ദിവസം അവർ ബാംഗ്ലൂരും പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്.